ഷുഹൈബ് ഹൈതമി, സലാം. സലാം. ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധാരണകൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ഇസ്ലാം എത്രമാത്രം ജനാധിപത്യ സമൂഹത്തോടും ജനാധിപത്യത്തോടും ഒരുമിച്ച് പോകും എന്നതിനെ പറ്റി ഇസ്ലാമിൽ തന്നെയും ഇസ്ലാമിൻ്റെ പുറത്തും ചർച്ചകൾ കുറേ നടക്കുന്നുണ്ട്. ആ ചർച്ചകൾ പലപ്പോഴും ഇന്നത്തെ ഇന്ത്യയിൽ ഇസ്ലാം ജനാധിപത്യത്തിന് വിരുദ്ധമാണ് എന്നൊരു ധാരണ ഉണ്ട്. അത് ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നതൊരു തെറ്റിദ്ധാരണയാണോ എന്നാണ് ചോദിക്കുന്നത്? അതെ. എനിക്ക് തോന്നുന്നു ഏത് സാഹചര്യമാണെങ്കിലും ജനാധിപത്യ സാഹചര്യം, മതേതര സാഹചര്യം, മതാത്മക സാഹചര്യം, അതിനോടൊക്കെ ഒത്തുപോകാനുള്ള ഒരു വികാസക്ഷമത ഇസ്ലാമിൻ്റെ വിശ്വാസത്തിനും അനുഷ്ഠാന സംഹിതക്കും എല്ലാം ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പ്രത്യേകിച്ച് പറയുന്ന ഒരു ക്ലോസ്, അതിനോട് എനിക്കത്ര യോജിക്കാൻ പറ്റുന്നില്ല. ഏത് സാഹചര്യമാണെങ്കിലും അതിനോട് അഫോർഡബിൾ ആവാനുള്ള ഒരു മെക്കാനിസം അല്ലെങ്കിൽ ഒരു ആശയപരമായൊരു സമ്പന്നത ഇസ്ലാമിനുണ്ട്. ഇപ്പോഴത്തെ എന്നൊരു ടേമിനോട് ഞാൻ വിയോജിച്ചത്, ഈ ജനാധിപത്യം എന്ന് പറയുന്നതും ഒരു പുതിയ കൺസെപ്റ്റൊന്നുമല്ല. ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ, മറ്റൊരർത്ഥത്തിൽ സഹസ്രാബ്ദങ്ങളോളം പഴക്കം ചെന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് ജനാധിപത്യ സങ്കല്പം, ഡെമോക്രസി എന്നൊക്കെ പറയുന്നത്. പിന്നെ അതിലുപരി ഇസ്ലാമിനെ അന്യംവൽക്കരിക്കാൻ, അല്ലെങ്കിൽ മുസ്ലിം സമൂഹം ഒരു കൾച്ചറൽ മൈനോറിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു സർഗാത്മക ന്യൂനപക്ഷമാണ്. അവരുടെ സാംസ്കാരികമായ ഒരു ചിഹ്നങ്ങളും പ്രതീകങ്ങളും നിലനിർത്താൻ വിശ്വാസപരമായി കാണിക്കുന്ന പ്രതിബദ്ധത, അതൊരു പക്ഷേ അത്രത്തോളം മറ്റു മതസമൂഹങ്ങൾ കാണിക്കുന്നില്ലായിരിക്കാം. അതുകൊണ്ട് ഇവർ സാംസ്കാരികമായി ചില അർത്ഥങ്ങളിൽ വേറിട്ട് നിൽക്കുന്നുണ്ട്. മുസ്ലിങ്ങളങ്ങനെ വേറിട്ട് നിൽക്കുന്നതിനെ കൂടി ഉൾക്കൊള്ളാൻ വാസ്തവത്തിൽ ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിന് അതിൻ്റേതായ വകുപ്പും സ്പേസും ഉണ്ട്. അപ്പം മനഃപൂർവ്വം ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നു എന്നല്ലാതെ ജനുവിനായൊരു തെറ്റിദ്ധാരണയ്ക്ക് അവിടെ ഒരു സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജനാധിപത്യം പൊതുവെ മാനുഷികമായ മൂല്യങ്ങളിൽ പ്രതിബദ്ധത കാണിക്കുന്നു. എന്നാൽ ഇസ്ലാം ദൈവിക മൂല്യങ്ങളിലാണല്ലോ പ്രതിബദ്ധത കാണിക്കുന്നത്. പൊതുവെ ജനാധിപത്യവാദികൾ ഇസ്ലാമിനെതിരെ ഉപയോഗിക്കുന്ന ഒരു ആർഗ്യുമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, എന്ത് മൂല്യങ്ങൾക്ക് പ്രതിബദ്ധത കാണിക്കണം ഒരു സമൂഹം എന്നത് ആ ജനസമൂഹത്തിന് തീരുമാനിക്കാൻ കഴിയും ജനാധിപത്യത്തിൽ. അത് ഇസ്ലാമിന് അംഗീകരിക്കാൻ കഴിയുമോ? അവിടെ എല്ലാം എനിക്ക് തോന്നുന്നത് ഒരു ബ്രിഡ്ജിങ് ആണ് വാസ്തവത്തിൽ ആവശ്യം. രണ്ടും തമ്മിലൊരു കോൺട്രവേഴ്ഷ്യൽ ആസ്പെക്റ്റ് അല്ല രണ്ടും. ഉദാഹരണത്തിന് ജനാധിപത്യത്തിൽ ശരിയും തെറ്റും, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ജനാധിപത്യത്തിൽ ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള ഒരു അതോറിറ്റി ജനങ്ങൾക്ക് തന്നെയാണ്. അതേസമയം ഇസ്ലാം ഒരു ദൈവികമായ ജനാധിപത്യത്തിൻ്റെ, ഡെമോക്രസിയുടെ മറുപുറമായൊരു തിയോക്രാറ്റിക് സിസ്റ്റമാണ് ഇസ്ലാമിലുള്ളത് എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു പറഞ്ഞതിൻ്റെ താല്പര്യം. പക്ഷെ തിയോക്രാറ്റിക് എന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ കൂടുതലൊരു മെറ്റാഫിസിക്കലായ ഒരു അതോറിറ്റിയാണ് ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് എന്നുള്ളൊരു വ്യവസ്ഥയാണ് ഇസ്ലാം എന്നുള്ളതാണ്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ മെറ്റാഫിസിക്കലായ ദൈവികമായ വ്യവസ്ഥയാണ് മനുഷ്യർക്ക് നല്ലത് എന്നുള്ളതാണ്. അത് ജനാധിപത്യം മുന്നോട്ട് വെക്കുന്ന മൂല്യസങ്കല്പങ്ങളിൽ ഒരു മനുഷ്യ സമൂഹത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഈ പറയുന്ന ദൈവികമായ സിസ്റ്റം. അല്ലാതെ ജനങ്ങൾ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് ശരിയല്ല, അള്ളാഹുവാണ് ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു വിരുദ്ധ പ്രസ്താവനയല്ല ഇസ്ലാം നടത്തുന്നത്. ജനങ്ങൾ ശരിയും തെറ്റും തീരുമാനിച്ചാൽ 3-2 ശരി തന്നെയായിരിക്കും. 1 ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ തെറ്റുകയുള്ളൂ. അപ്പോൾ ജനങ്ങൾ ശരിയും തെറ്റും തീരുമാനിക്കുമ്പോൾ ഉണ്ടാവുന്ന ശരികളെ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിൽ അതിനെ കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. അത് അതിനെ പുറന്തള്ളിയിട്ട് ജനങ്ങൾ ശരിയും തെറ്റും തീരുമാനിക്കുന്നതല്ല ശരി, ഇസ്ലാമാണ് അല്ലെങ്കിൽ ദൈവമാണ് ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് എന്നുള്ള ഒരു കൗണ്ടർ നറേഷൻ അല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഉദാഹരണം പറയുമ്പോൾ ഒന്നും കൂടി അത് വ്യക്തമാകും. ഇപ്പോൾ പുതിയ കാലത്തെ ജനാധിപത്യ സമൂഹം ജനാധിപത്യ മൂല്യങ്ങളായി ഗണിക്കുന്ന കാര്യങ്ങൾ,
ഉദാഹരണത്തിന് ആധുനികനാവുക, ഒരു എക്സാമ്പിൾ പറയുക. അങ്ങനെ ഒരു മൂല്യമുണ്ടോ? അതായത് ആധുനികനാവുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യം മുന്നോട്ട് വെക്കുന്ന ജെൻഡർ പൊളിറ്റിക്സ്, എൻ്റെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം. ഇനി അതേപോലെ അല്ല, അതൊന്നും ജനാധിപത്യം മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളല്ല. ജനാധിപത്യ സമൂഹത്തിന്, പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടും ഇസ്ലാമിനെതിരെ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളാണല്ലോ ഇവിടുത്തെ ചർച്ച. അല്ലല്ല, അതൊന്നുമല്ല ചർച്ച. ഇവരെ ചർച്ചയിലൊന്നേ ഉള്ളൂ, മൂല്യങ്ങൾ ആര് നിശ്ചയിക്കും? ഈ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിത്യജീവിതവുമായി കണക്ട് ചെയ്ത് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഞാൻ മനസ്സിലാക്കിയതല്ല ഉദാഹരണമെങ്കിൽ, അതായത് തുല്യത, നീതി, അത് ഒന്നിൻ്റെയൊക്കെ ചേർത്ത് പറഞ്ഞാൽ ഇപ്പൊ ലിംഗനീതി അല്ലെങ്കിൽ ജെൻഡർ ജസ്റ്റിസ്. ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്നത് നീതിയുടെ ഒരു ഭാഗം. നമ്മൾ ഈ തിയറിയിൽ നിന്ന് പ്രയോഗത്തിലേക്ക് വന്നാൽ ഈ പറയുന്ന ജനാധിപത്യം അല്ലെങ്കിൽ ഇസ്ലാമികമായ സിസ്റ്റം, ഇത് രണ്ടും ഏറ്റുമുട്ടലുണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് നമുക്ക് തീരുമാനമാവണമെങ്കിൽ ചില ഡെഫിനറ്റായ ഇഷ്യൂകളോട് കണക്ട് ചെയ്യേണ്ടി വരും. അല്ലാതെ താത്വികമായി നമുക്കിപ്പോ പറയാൻ കഴിയില്ല. ഡെഫിനറ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ചോദിക്കാം, പക്ഷെ ഞാൻ ഉദാഹരിക്കുന്നത്, അപ്പൊ അങ്ങനെ ഡെഫിനറ്റ് ആയ ഒരു ഇഷ്യൂ എടുത്താൽ അവിടെയാണ് ഞാൻ ഈ ആധുനികത എന്നുള്ളൊരു ടേം ഉപയോഗിച്ചത്. ആധുനിക സമൂഹം പറയുന്നത് ഇങ്ങനെയാണ്, ഇസ്ലാമിക സമൂഹം പറയുന്നത് ഇങ്ങനെയാണെന്നുള്ളൊരു നറേഷനാണ് സമൂഹത്തിലുള്ളത് ഇസ്ലാമിനെ കുറിച്ച്. അപ്പോൾ നിങ്ങളൊരു 7-ാം നൂറ്റാണ്ടിലേക്ക് ഒരു 14-13 നൂറ്റാണ്ട് മുമ്പേ ജീവിക്കേണ്ടവരായിരുന്നു. അല്ല, ആ ആർഗ്യുമെന്റ് ഒന്നും എന്തായാലും നമ്മൾ പറയുന്നില്ല. അത് എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളും അപ്പൊ ഞാൻ വിശ്വാസികളും അങ്ങനെ പറയുന്നു. അല്ല, ജനാധിപത്യം അതിനേക്കാളും പഴയതാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ജനാധിപത്യം 3000 കൊല്ലം മുമ്പും ജനാധിപത്യം ഉണ്ടായിരുന്നു. ഈ ഗ്രീക്ക് നാഗരികതയിലൊക്കെ ഈ പറയുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു. ഇന്നത്തെ മാതിരിയുള്ള ജനാധിപത്യം അല്ല, ഇന്നത്തെ മാതിരി എന്ന് പറയുമ്പോഴും പ്രശ്നമുണ്ട്. മനുഷ്യൻ മാറുന്നില്ല എന്നുള്ളതാണ് ഇസ്ലാമിലൊരു കാഴ്ചപ്പാട്. ആ ക്ലോസിനെ ഒന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല. 4000 കൊല്ലം മുമ്പുള്ള മനുഷ്യൻ എന്താണ്, അത് തന്നെയാണ് ഇന്നത്തെയും മനുഷ്യൻ എന്നാണ് എൻ്റെ വാദം. ഓക്കെ, അതിലോട്ട് ഞാൻ വരാം. വാദം എന്നുള്ള വാദം ഞാൻ പിൻവലിച്ചു. അതൊരു സുഖകരമായ കാഴ്ചപ്പാട്. എനിക്ക് മനസ്സിലായി അങ്ങ് ഉദ്ദേശിച്ചത്. മനുഷ്യന്റെ ആത്യന്തികമായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവന്റെ രീതികളും ഒക്കെ 4000 കൊല്ലത്തിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്നുള്ളത്. അല്ല, അവിടെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ മനുഷ്യന്റെ ശരിയും തെറ്റും മനുഷ്യന് തന്നെ തീരുമാനിക്കുന്നതിനേക്കാൾ മെച്ചം മനുഷ്യനെ ഡിസൈൻ ചെയ്ത മറ്റൊരു മെറ്റാഫിസിക്കൽ അതോറിറ്റിയാണെന്ന് പറഞ്ഞതിൻ്റെ ഒരു ന്യായം, മനുഷ്യൻ മരണത്തോടു കൂടെയാണ് ഇൻ്റലക്ച്വൽ പ്യൂബറിറ്റി വരികയുള്ളൂ എന്നുള്ളതാണ് മതത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. മനുഷ്യന് 2 തരം പ്രായപൂർത്തി ഉണ്ടല്ലോ. ശരീരത്തിൻ്റെ മെറ്റബോളിക് പ്യൂബറിറ്റി, അതേപോലെ ഇൻ്റലക്ച്വൽ പ്യൂബറിറ്റി. അപ്പോൾ അത് നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ 20 വയസ്സുള്ള കുട്ടിക്ക് 10 വയസ്സുകാരൻ കുട്ടിയും 20 വയസ്സുകാരൻ പൂർണ്ണനുമാണ്. 30 വയസ്സുകാരനിലേക്ക് എത്തുമ്പോൾ 30 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം 20 വയസ്സുകാരൻ കുട്ടിയാണ്. ഇതിങ്ങനെ പോയി ഒരു 70 വയസ്സുള്ള ഒരു വൃദ്ധന് 60 വയസ്സുള്ള വൃദ്ധൻ കുട്ടിയായിരിക്കും. അപ്പോൾ മുകളിലൂടെ എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ കിട്ടും തോറുമാണ് മനുഷ്യന് ഈ ഒരു ബുദ്ധിപരമായ വിവേകപരമായിട്ടുള്ള ഒരു പൂർണ്ണത എത്തുന്നുള്ളൂ. അപ്പോൾ അത് ഒരു മരണത്തിൻ്റെ ആ ഒരു സമയത്തായിരിക്കും മനുഷ്യൻ അൾട്ടിമേറ്റ് ഞാൻ എന്താണെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ അത് ജീവിതം തിരിച്ചറിഞ്ഞ എന്താണ്, പ്രായപൂർത്തിയാവാതെ മരിക്കുന്ന ഏക ജന്തുവാണ് മനുഷ്യൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് മുഴുവനും ഈ 0 മുതൽ അവസാന സംഖ്യ വരെ മനുഷ്യൻ്റെ കാര്യത്തിൽ അറിയുന്ന ഒരാളുണ്ട് എന്നാണല്ല വിശ്വാസം. അങ്ങനെയാകുമ്പോൾ അതുകൊണ്ടാണ് ഈ മനുഷ്യേതരമായിട്ടുള്ള ഒരു അതോറിറ്റി ശരിയും തെറ്റും തീരുമാനിക്കണമെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലായി. ഈ ചർച്ചയിൽ എൻ്റെ ഒരു ചോദ്യം, ഈ 4000 കൊല്ലമായിട്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ, വ്യക്തിപരമായ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ വ്യത്യാസമില്ല എന്ന് പറയുമ്പോൾ അത് ചില ആവശ്യങ്ങൾ ചിലപ്പോൾ പുതിയ ആവശ്യങ്ങളായിരിക്കും. ഉദാഹരണത്തിന് 4000 കൊല്ലം മുമ്പ് ഇതുമാതിരി സമാധാനം ഉണ്ടായിരുന്നു. ഇത്രയും ഇതിനു മുമ്പൊക്കെ കണ്ടമാനം യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന നാടാണ്. അപ്പോൾ അന്ന് ഒരാളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭക്ഷണം, സമാധാനം, യുദ്ധങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു സമാധാനം, അതൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് മനുഷ്യന് ഈ യുദ്ധങ്ങളില്ലാതിരിക്കുന്നൊരു സമയത്ത് അവൻ്റെ ചിലപ്പോൾ ആഗ്രഹങ്ങളിൽ അറിവിനെ പറ്റിയുള്ളതും, സൗന്ദര്യത്തിൻ്റെ പിന്നാലെ സൗന്ദര്യം, അറിവ്, അവനവൻ്റെ വളർച്ച, മാനസികമായ വളർച്ച, അതൊക്കെ അവൻ്റെ ആവശ്യങ്ങളാണിന്ന്. അതിനെ ഒരു ആന്ത്രോപോളജിക്കലി ഞാനിതിന് മറുപടി എന്നുള്ള നിലക്കല്ല, അതിനൊരു കൂട്ടിച്ചേർക്കൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉറക്കം, പിന്നെ മൂത്രമൊഴിക്കൽ, അതിനെന്താണ് ഒരു സാങ്കേതിക പദം എനിക്കറിയില്ല, വെള്ളം കുടിക്കൽ, കാഷ്ടിക്കൽ, ഭക്ഷണം കഴിക്കൽ,
പ്രായമുള്ളവരാണെങ്കിലും കുട്ടികളാണെങ്കിലും വസ്ത്രം ധരിക്കൽ, മധ്യപ്രായക്കാരാണെങ്കിൽ ലൈംഗികത, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. പിന്നെ പാർപ്പിടം, അതൊരു വീടോ കൂടോ ഒരു പൊത്തോ എന്തോ ആവാം. ഇതാണ് അടിസ്ഥാനപരമായ ഫണ്ടമെൻ്റൽ നീഡ്സ്. പിന്നെ അതിൻ്റെ കൂടെ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരു ഒരു ഘടകം ചേരുമ്പോൾ അത് കല, കായികം, സംഗീതം, ലഹരി. ഈ ലഹരി എന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞതൊക്കെ അതിൽ പെട്ടു. സിന്തറ്റിക് ലഹരിയാവാം, നാർക്കോട്ടിക് ആവാം, ഐഡിയോളജി ആവാം. അപ്പോൾ ഞാനിതൊന്നും പറഞ്ഞില്ല. അല്ല, ഞാൻ പറയുന്നത് ഈ ആസ്പെക്റ്റ് ഒരു 10,000 കൊല്ലം മുമ്പ്, ഇനി അതിനപ്പുറത്ത് 12,000 കൊല്ലം മുമ്പാണെങ്കിലും ഇന്നാണെങ്കിലും അല്ല, ലഹരി എന്ന് ഞാൻ പറഞ്ഞില്ല. ഇല്ലില്ല. ഈ 12 ആവശ്യമേ മനുഷ്യനുള്ളൂ. പിന്നെ ഈ സൗന്ദര്യാന്വേഷണം, അറിവന്വേഷണം, മറ്റ് ബഹിരാകാശ സഞ്ചാരം, എന്നിട്ട് ഇതുവരെ അറിയാത്തത് കണ്ടെത്തുക, അഡ്വഞ്ചറിസം, ഇതൊക്കെ ഈ ലഹരിയിൽ വരുന്നതാണ്. നമ്മളൊരു മനുഷ്യനൊരു പത്തായത്തിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടു. സപ്പോസ് അയാളൊരു അരമണിക്കൂർ കൊണ്ട് അയാൾ പത്തായത്തിൻ്റെ പലകൊക്കെ മാന്താൻ തുടങ്ങും, ഇങ്ങനെ വെറുതെ അടിക്കാൻ തുടങ്ങും. അത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഇന്നേറ്റീവായ ഒരു സാധനമാണ്. അതിന് ഈ പത്തായത്തിൻ്റെ ഉള്ളിലല്ല, ഒരാളെ സ്പേസിലേക്ക് പറഞ്ഞയച്ചു. അപ്പോൾ അവിടെ നിന്ന് അയാളത് മാന്തും. സ്പേസിൽ നിന്ന് മാന്തുമ്പോൾ അതിന് ടെക്നിക്കൽ ടേം ഉണ്ടായി. പത്തായത്തിൽ നിന്ന് മാന്തുമ്പോൾ ടെക്നിക്കൽ ടേം ഉണ്ടാവുന്നില്ല. സാധനം വർക്കൗട്ടാവുന്ന ഒരു വിഷയമാണ് സൗന്ദര്യാന്വേഷണം. 12 കാമം മൂലം കനകം മൂലം പാലിൽ കലഹം സുലഭം. അത് മനുഷ്യനുണ്ടായ അന്നത്, ഇന്നും ഇത്. പിന്നെ ഞാൻ പറയുന്നത് ഉപായങ്ങളും ഉപകരണങ്ങളും മാറി, വേഗത കൂടി. അതേസമയം ഫണ്ടമെൻ്റൽ ചോദനകൾ അന്നും ഇന്നും ഒന്നാണ്. ഇപ്പോൾ ഈ സാങ്കേതിക സന്നാഹങ്ങൾ, 3 ദിവസം കറണ്ട് ഇല്ലാതായി, വേൾഡ് വാർ ഉണ്ടായി, സപ്പോസ് ഇൻ്റർനെറ്റ് വന്ന് വിച്ഛേദിക്കപ്പെട്ടു, ഒരാഴ്ച പ്രളയം ഉണ്ടായി, കമ്മ്യൂണിക്കേഷൻ നിലച്ചു. നമ്മൾ വളരെ വേഗതയിൽ 7000 കൊല്ലത്തേക്ക് പിറകിലേക്ക് സഞ്ചരിക്കും. 10,000 കൊല്ലം മുമ്പുള്ള മനുഷ്യനെ കരയിപ്പിച്ചതും ചിരിപ്പിച്ചതും തന്നെയാണ് ഇന്നും നമ്മളെ കരയിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതും. ഫണ്ടമെന്റലി അവിടെ ഒന്നാണ്, എല്ലാം ഒന്നാണെന്നുള്ള മൗഢ്യതൊന്നും ഞാൻ പറയുന്നില്ല. അതേസമയം നമുക്ക് ഈ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരു ഫ്രെയിമിലേക്ക് വരുമ്പോൾ സാറൊരിക്കലും പറഞ്ഞിട്ടില്ല, മനുഷ്യൻ ഒരുപാട് പുരോഗതി പ്രാപിച്ചു, ആധുനിക മനുഷ്യൻ്റെ സങ്കല്പങ്ങളോട് നിരക്കാത്ത, ജനാധിപത്യ മൂല്യങ്ങളോട് ഒത്തുപോവാത്ത ധാരണകളുടെ ഒരു സമാഹാരമാണ് ഇസ്ലാം എന്ന് പറയുന്ന ആ നറേഷൻ്റെ ഒരു അടിത്തറയാനാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു ആധുനികനൊന്നും ഇല്ല. അല്ല, ആധുനികതയെ പറ്റി നമ്മൾ സംസാരിക്കുന്നേ ഇല്ല. അങ്ങനെ ഒരു പുതിയൊരു ജനാധിപത്യ സംവിധാനമില്ല. പിന്നെ ഞാൻ അവിടെ ഒരു സാറ് പറഞ്ഞതിൻ്റെ വേറെ കാര്യം, എല്ലാ ആളുകൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ ഒരു സിസ്റ്റം ഉണ്ടാകാൻ തന്നെയാണ് നല്ലത്. പക്ഷെ അത് ഒരിക്കലും ഭൂമിയിൽ സാധ്യമല്ല എന്നുള്ളത് മനുഷ്യർ പരസ്പരം തിരിച്ചറിയുന്നിടത്താണ് മനുഷ്യരുടെ വിജയം. യൂണിറ്റി ആവശ്യമാണ്, യൂണിഫോമിറ്റി ഒരിക്കലും നടക്കില്ല. ഇപ്പം നമ്മൾ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ സാറുടെ യൂണിഫോം അല്ല എൻ്റെത്, മറ്റു ആളുകളുടേത്. പക്ഷെ ഇവിടെ ഒരു യൂണിറ്റി ഉണ്ട് താനും. യൂണിറ്റി മനുഷ്യർക്ക് നല്ലതാണ്, യൂണിഫോമിറ്റി അസാധ്യമാണ്. അപ്പോൾ ഒരു മൈനോറിറ്റി, ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജസ്റ്റിസിനെ കുറിച്ച്, സമത്വത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് തന്നെ ഉദാഹരിക്കാം. നീതി ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഒരു മൂല്യമാണ്. പക്ഷെ അവിടെ നീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യ അവസരം ഉണ്ടാവണം. ഒരാളെ നിറം, ഭാഷ, ജെൻഡർ, അതിൻ്റെ ഒന്നും പേരിലൊരു ഡിസ്പാരിറ്റി, ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ എല്ലാവരും ഒരേപോലെ പറയുന്ന കാര്യമാണ്. അവിടെ ഒരിക്കലും ഞാനിതേവരെ കേട്ടിട്ടില്ല ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു മുസ്ലിം പൗരനോ ഈ ജെൻഡറിൻ്റെ പേരിലും ഭാഷയുടെ പേരിലും വേർതിരിവുണ്ടാവണമെന്ന് പറയുന്നതായിട്ട്. അങ്ങനെയൊന്നില്ല. അതേസമയം നമ്മളിങ്ങനെ ഒരു വാദം വെറുതെ പറയേണ്ടി വരുന്നു. സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ് എന്ന് ഒരു ചർച്ച സമൂഹത്തിലേക്ക് വന്നാൽ ആരെങ്കിലും അതിനെ പ്രതിരോധിക്കണ്ടേ? സമൂഹം ഒന്നിച്ചെടുക്കേണ്ട പല ജോലികളുമാണ് വാസ്തവത്തിൽ മുസ്ലിം പ്രൊഫൈലുകൾ ചെയ്യേണ്ടി വരുന്നത്. അല്ലല്ല, സ്ത്രീയും ഒരുപോലെയാണ് എന്ന് ഒരുപോലെയാണെന്ന് എല്ലാ മതേതരവാദികളും എല്ലാ സെക്യുലറിസ്റ്റുകളും ഒന്നും പറയുന്നില്ല, ഒരിക്കലും പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ചർച്ചയാണ് വാസ്തവത്തിൽ ഇവിടെ വരുന്നത്. അതിൻ്റെ മർമ്മം ഒരുപക്ഷെ ഇവിടെ ചർച്ച സ്ത്രീയും പുരുഷനും ശാരീരികമായി അവരുടെ ഹോർമോണ്, ന്യൂറോണ്, മെറ്റബോളിസം സെയിമാണ് എന്നൊരു വാദം ഇവിടെ ആർക്കും ഇല്ല. അതേസമയം ഭരണഘടന മുന്നോട്ട് വെക്കുന്ന തരത്തിലുള്ള പൊതുമേഖലകളിലും അതേപോലെയുള്ള ജീവിതത്തിൻ്റെ മറ്റു തുറകളിലും സ്ത്രീയായി എന്നതിൻ്റെ പേരിൽ അവർ പിന്നോട്ട് പോകേണ്ടി വരരുത്.
ഈ ഒരു ആർഗ്യുമെൻ്റാണ് ഭരണഘടന മുന്നോട്ട് വെക്കുന്നത് എങ്കിൽ അതിനോട് ഇസ്ലാമിന് അതിൻ്റേതായ നിലയിൽ ഒത്തുപോകാൻ പറ്റും. പക്ഷേ ഇസ്ലാമിനോടൊരു ക്ലോസ് ചിലപ്പോൾ മുന്നോട്ട് വെക്കാനുണ്ടാവും. പുരുഷനോട് ഏറ്റുമുട്ടി പുരുഷന് തുല്യമാവുന്ന ഒരു സിസ്റ്റത്തേക്കാൾ സ്ത്രീക്ക് നല്ലത് ഒരു സ്ത്രീപക്ഷ ബദലാണ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇസ്ലാമിന് മുന്നോട്ട് വെക്കാനുണ്ടാവും. അതിനെക്കുറിച്ച് ജനാധിപത്യപരമായി ചർച്ച ചെയ്യാമല്ലോ. ഇപ്പോൾ ഇസ്ലാമിൻ്റെ സാമ്പത്തിക സിസ്റ്റം, പലിശരഹിത ബാങ്കും സംവിധാനങ്ങളും, അത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ തോമസ് ഐസക് അടക്കം ഈ അടുത്ത ചർച്ചയിൽ കൊണ്ടുവന്നു. അപ്പം അതൊരു ജനാധിപത്യപരമായ ഒരു ഡയലോഗിന് സാധ്യതയുള്ള ഒരു ചർച്ചയ്ക്ക് സാധ്യതയുള്ള ഒരു തലമാണത്. അപ്പോൾ ഇസ്ലാമിക് ബാങ്കിങ് എന്ന് കേൾക്കുമ്പോഴേക്ക് സാമ്പത്തിക ജിഹാദ് എന്ന് പറയുന്നതിന് പകരം എത്രത്തോളം ജനാധിപത്യപരമായി അതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും, ഇനാക്ട് ചെയ്യാൻ പറ്റും അതിൽ എന്നുള്ള ഒരു ചർച്ച ജനാധിപത്യ ലോകവും ചെയ്യേണ്ടതാണ്. ഇവിടെ ഡൽഹിയിൽ നിർഭയ സംഭവം ഉണ്ടായല്ലോ, ഒരു സഹോദരി കൂട്ടബലാത്സംഗത്തിനെതിരെ കൊല്ലപ്പെട്ടു. ആ സമയത്ത് എൻ്റെ ഓർമ്മ കറക്റ്റാവണമെന്നില്ല, ആ സമയത്താണെന്ന് തോന്നുന്നു പാർലമെൻറ്റിൽ അതിന് ശേഷം നിയമനിർമ്മാണം ഉണ്ടായി. ഏറ്റവും കൂടുതൽ സ്ത്രീ ഫേവറായിട്ടുള്ള ഒരു സങ്കല്പം ഈ ലേഡീസ് ബദലുകളാണ്. ഇപ്പോൾ ഷീ ടാക്സി, ഷീ ഹോസ്റ്റൽ, ഷീ ഹോസ്പിറ്റൽ, അതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് അന്ന് കേരളം ഉമ്മൻചാണ്ടി ഭരിക്കുന്ന ആ സമയത്ത്, ഞാനൊരു പക്ഷത്തേക്ക് ചായുകയല്ല, തിരുവനന്തപുരത്തും മറ്റും പ്രധാന സിറ്റികളിലൊക്കെ ഈ ഷീ ടാക്സി ഒക്കെ വന്നിരുന്നു. അപ്പോൾ അത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് ഗവൺമെൻറ് സ്വീകരിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, ഫലത്തിൽ ഒത്തുവന്നു. അങ്ങനെ ഈ ഒരു പഴഞ്ചൻ കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളും, അതൊരു ഇൻവെർട്ടഡ് കോമയിലാണ് ഞാൻ പറഞ്ഞത്, ഈ പഴഞ്ചൻ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളും ഇന്ന് ഈ 2025 നമ്മുടെ സമൂഹം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ ജനാധിപത്യപരമായ ഡയലോഗ് എന്ന് പറയുന്നത് ഏകദിശയിലേക്ക് മാത്രം ഒഴുകരുത്, എത്രത്തോളം ഇസ്ലാമിനെ ജനാധിപത്യ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റും എന്നതും ചർച്ചയിൽ വരണം. ജനാധിപത്യ മൂല്യങ്ങൾ എന്ന് പറയുന്ന സോക്കോൾഡ് മൂല്യങ്ങളെ എത്രത്തോളം നമ്മളുടേതാക്കി മാറ്റാം എന്നുള്ള ഒരു ചർച്ച മുസ്ലിം സമൂഹവും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അല്ല, അത് വളരെ നല്ല കാര്യങ്ങളാണ്. ഇതുവരെ വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ കൃത്യത, ഈ സോക്കോൾഡ് മൂല്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ആരോപണമുണ്ട്. അതിലൊരു ആരോപണം ഉണ്ടല്ലോ. കാരണം ഞാനവിടെ പരിഹസിച്ചതല്ല, അതേസമയം എനിക്കെന്തോ അത് വ്യക്തിപരമായതാവാം, ഇസ്ലാമിൻ്റെ പേരിലേക്ക് ഞാൻ കൊണ്ടുപോയി വെക്കുന്നില്ല. കാരണം ഞാനിത് എല്ലാം അറിയുന്ന ഒരാളൊന്നുമല്ല, ഞാനും പഠിക്കുകയാണ്, അന്വേഷിക്കുകയാണ്, ആലോചിക്കുകയാണ്. ഈ ജനാധിപത്യ മൂല്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് വേറെ നിലയിലേക്ക് വന്നാൽ, ഇപ്പോൾ യുവാൽ നവ ഹരാരി, ഒരു ഡാർവിനിയസ്റ്റ്, ഒരു ഭൗതികവാദി എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ 21st സെഞ്ച്വറി ഹോമോ ഡിയൂസ് ഹോമോ സാപ്പിയൻ വളരെ സാഘോഷിക്കപ്പെട്ട പുസ്തകങ്ങൾ, അതിൽ ഹോമോ സാപ്പിയൻ അതിൽ ഭരണഘടനകൾ, സെക്കുലർ ഭരണഘടനകൾ രൂപപ്പെട്ടതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് സെമിറ്റിക് മതസാഹിത്യങ്ങളിൽ നിന്ന് സ്വാംശീകരിക്കപ്പെട്ട മൂല്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ജനാധിപത്യ സമൂഹവും മുന്നോട്ട് വെക്കുന്നത്, ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സാധാരണ ശുദ്ധഗതിക്കാരായ സ്വാതന്ത്ര്യചിന്തകരായിട്ടുള്ള ധാരാളം സഹോദര സഹോദരിമാർ, അവരോട് സംസാരിക്കുമ്പോൾ അവർ ഒറ്റയടിക്ക് പറയുന്നൊരു കാര്യം, നമുക്ക് ജീവിക്കാൻ ഭരണഘടന ഉണ്ടല്ലോ, ശാസ്ത്രത്തിൻ്റെ പുരോഗതി ഉണ്ടല്ലോ, ഞങ്ങൾ മതത്തെയൊന്നും എതിർക്കുന്നില്ല, അതൊരു മാറ്റർ ഓഫ് കൺസേൺ അല്ല, ആകുന്നവർക്കാകാം അല്ലാത്തവർക്കാവണ്ട, നല്ല ഒരു വൃത്തിയുള്ള സ്റ്റാൻഡാണ്. പക്ഷെ അവിടെ ഒരു ചെറിയൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ ഭരണഘടന എന്ന് പറയുന്നത് മനുഷ്യൻ സ്വയം ചിന്തിച്ചുണ്ടാക്കിയ വകുപ്പുകളല്ല. തീർച്ചയായിട്ടും അല്ല. അപ്പോൾ അത് ലോകത്തിപ്പോൾ അമേരിക്കൻ ഭരണഘടന, ഫ്രഞ്ച് ഭരണഘടന, ബ്രിട്ടീഷ് ഭരണഘടന, ഇത് മൂന്നും കൂടി സ്വാംശീകരിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ ഈ ലോക ഭരണഘടനകൾ മുഴുവനും എന്ന് പറഞ്ഞാൽ അതിൻ്റെ എത്തിക്കൽ വാല്യൂസ്, അതിൻ്റെ പൊളിറ്റിക്കൽ തലങ്ങളല്ല, എത്തിക്കൽ വാല്യൂസ് സ്വാംശീകരിച്ചത് സെമിറ്റിക് സാഹിത്യങ്ങൾ എന്ന് പറഞ്ഞാൽ യഹൂദ, ക്രൈസ്തവ, ഇസ്ലാമിക് സാഹിത്യങ്ങൾ. ഇസ്ലാമിൻ്റെ കണ്ണിലോ അത് മറ്റുള്ളവർ പരിഹസിക്കുന്ന ഒരു തലം കൂടിയാണെങ്കിൽ കൂടിയും ഈ യഹൂദ മതവും ക്രൈസ്തവ മതവും വിശാല ഇസ്ലാം മതമാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അപ്പം മതങ്ങളിലേക്ക് തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ മടങ്ങുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് എന്നുള്ളത്. ഒരു മതത്തിൻ്റെ ആർഗ്യുമെൻ്റ് അല്ല, ഒരു സാമൂഹിക നിരീക്ഷണമാണത്. പക്ഷേ ഞാൻ ഇതിനൊരു എതിരഭിപ്രായം ചോദിക്കാം. തീർച്ചയായിട്ടും. അതായത് ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച ഇന്ന് ഇസ്ലാം ഒരു മോണോലിത്തിക് ഏകശിലാരൂപമാണെന്നൊന്നും എനിക്കും വിശ്വാസമില്ല. പക്ഷേ പല ഇസ്ലാമിക കാഴ്ചപ്പാടിലും ഒരുപക്ഷെ യാഥാസ്ഥിതികർ അംഗീകരിക്കാത്ത രീതിയിൽ, ഞാൻ നേരത്തെ സോക്കോൾഡിന് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പിടിച്ചല്ലോ, അതേപോലെ ഞാൻ പിടിച്ചൊരു വേർഡാണ് യാഥാസ്ഥിതികർ. യാഥാസ്ഥിതിക, അത് നമ്മളെക്കുറിച്ച് നിങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ആക്ഷേപമല്ലാതെ അല്ല. നിങ്ങൾ യാഥാസ്ഥിതികരല്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. അല്ല, യഥാർത്ഥത്തിൽ എന്താണോ സ്ഥിതിയാവേണ്ടത് യാഥാസ്ഥിതിക എന്ന് ഞാൻ പറയാം. അതിന് കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പറയാം. ഞാനതാണ്.
ഞാൻ അതുമല്ലെന്ന് ഞാൻ ആരോപിക്കും. നിങ്ങൾ യാഥാസ്ഥിതികനേ അല്ലാന്ന് ഞാൻ ആരോപിക്കും. കാരണം നിങ്ങൾ യാഥാസ്ഥിതികർ എന്ന് വിളിക്കുന്ന ആളുകൾ ഉണ്ട്. അതായത് പല ചർച്ചകളും പല പ്രസംഗങ്ങളും കണ്ടപ്പോൾ വഹാബി ഗ്രൂപ്പുകളെയും റൈറ്റ് വിങ് എത്തീസ്റ്റുകളെയും ഒരുപോലെയാണെന്ന് പറഞ്ഞതായിട്ടൊക്കെ വായിച്ചതായിട്ട് തോന്നി. വഹാബി തന്നെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഏതോ ഒരു ഫണ്ടമെൻ്റലിസ്റ്റിക് ഗ്രൂപ്പാണത്, എനിക്ക് എക്സാക്ട് ഗ്രൂപ്പ് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് പുസ്തകത്തിൽ എഴുതിയത് മാത്രമാണ് സത്യമെന്ന് വിശ്വസിക്കുന്നവർ, എക്സ്പീരിയൻസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാത്ത മുസ്ലിം ഗ്രൂപ്പുകളെയും നിങ്ങൾ വിമർശിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത്തരം കോൺട്രവേഴ്ഷ്യൽ വിഷയങ്ങളിലൊക്കെ പോകണ്ട. ശരി, ഇനി എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അതായത് പല കാര്യങ്ങളിലും നമുക്ക് വിശ്വാസികളും അവിശ്വാസികളുമായും സമാധാനപരമായ ചർച്ചകൾ സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനുള്ള ഇടങ്ങൾ കുറഞ്ഞു വരുമ്പോൾ അവിടെ ഞാനൊരു ചെറിയൊരു എൻ്റെ നമ്മൾ ഈ ചിലപ്പോൾ ഒക്കെ റോഡിൽ ഞങ്ങൾ ഈ നാദാപുരം വയനാട് സ്ലാങ്ങാണ് എൻ്റെ സ്ലാങ്, റോട്ടുമ്മൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അത്ഭുതം കൂറണ്ട. അപ്പോൾ ഈ മതസൗഹൃദത്തിൻ്റെ പ്രതീകമായി ഒരു തൊപ്പിയിട്ട ഒരു മുസ്ലിയാർ കുട്ടി, ഒരു രുദ്രാക്ഷം അണിഞ്ഞ ഒരു സ്വാമിക്കുട്ടി, കുരിശണിഞ്ഞ ഒരു അച്ചായൻകുട്ടി. പക്ഷെ അത് ഭയങ്കര ആഘോഷിക്കപ്പെടുന്ന ഒരു പ്രതീകമായി ചിത്രമായി ചിലപ്പോഴൊക്കെ വരും. അതിൻ്റെ ഒരു അർത്ഥം നിലവിൽ ഇവിടെ മതസൗഹൃദം ഇല്ല, ഇനി നമ്മളായിട്ട് ഉണ്ടാക്കുകയാണ് സെൻസാണ്. അത് കൂടുതൽ അപകടം ചെയ്യുന്ന ഒരു തലയല്ലേ? ആ ഒരു വശം ഇവിടെയും നമുക്ക് കണ്ടുകൂടെ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ സമൂഹങ്ങൾക്കിടയിൽ ഗ്യാപ്പ് നികത്താൻ വേണ്ടി ഇസ്ലാമിനെ ഒന്നുകൂടി ഒന്ന് നിർമ്മലമാക്കി ഒന്ന് പദം വരുത്തി നിങ്ങൾക്ക് ജനാധിപത്യ മൂല്യങ്ങളോടൊപ്പം സഹകരിച്ചുകൂടെ എന്നാണ് പറയാതെ പറയുന്നത്. ഒരിക്കലുമല്ല. അതായത് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം, പൊതുസമൂഹത്തിൻ്റെ പ്രധാന തെറ്റിദ്ധാരണ ഇസ്ലാം എന്നത് ഒരു ഏകശിലാ രൂപമാണെന്നും കഴിഞ്ഞ കുറച്ച് 10 വർഷത്തോളമായി ഇൻ്റർനെറ്റ് വളർന്നതോടുകൂടെ ഈ പുസ്തകത്തിലെ പല വാക്യങ്ങളും വാചകങ്ങളും അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് പുറത്തെടുത്ത് ഇസ്ലാം ഒരു ഏകശിലാരൂപമാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കണ്ടുമാനം വയലൻസ് ഉള്ളതാണെന്നും സ്ത്രീ വിരുദ്ധമാണെന്നും ഒക്കെയുള്ള വിശ്വാസം ചില സമയത്തൊക്കെ എനിക്കും ഈ വിശ്വാസങ്ങളുണ്ടായിരുന്നു, ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിന് മുമ്പ്. എന്നാൽ ഇതെല്ലാമുള്ള ഇസ്ലാം സമൂഹങ്ങളുണ്ട് എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം. ഇതൊക്കെ ഉള്ളവരുമുണ്ട്. അവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മളിതിനെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതിന് ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമം പോലെ നമ്മൾ ഏത് ചർച്ചയെ കൊണ്ടുപോകുമ്പോഴും നിലവിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന ഫലത്തിലായിത്തീരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഇവിടെ ഒരു 1400 കൊല്ലം മുമ്പ് ഉള്ള ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ശുദ്ധഭക്തരായ മുസ്ലിം സമൂഹം തന്നെയാണ് പാർലമെൻറ്റിൻ്റെ അകത്തും നിയമസഭക്കകത്തും പഞ്ചായത്തിനകത്തും പള്ളിക്കുള്ളിലും മുഖ്യധാരാ മുസ്ലിങ്ങളായിട്ടുള്ളത്. അപ്പം അവരോട് ഒരർത്ഥത്തിലും ഒരു ചതുർത്ഥിയോ വിപ്രതിപത്തിയോ പുലർത്തേണ്ട തരത്തിൽ അവർ പൊതുബോധത്തിനെതിരായി, പൊതുബോധം മീൻസ് സമൂഹം മൂല്യം ആയി കണക്കാക്കുന്ന ഒരു സിസ്റ്റത്തിനെതിരെയും അവരൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇനിയും ഇവിടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് നികത്താൻ വേണ്ടി ഒരു ഡയലോഗ് ഉണ്ടാവേണ്ടതുണ്ട് എന്ന ഒരു ക്ലോസിനോട് പോലും ഞാൻ യോജിക്കുന്നില്ല. വാസ്തവത്തിൽ ഇവിടെ ഒരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പാണുള്ളത്. ഇസ്ലാമിൻ്റെ റിയൽ കൾട്ടുകൾ ഈ നമ്മൾ സംസാരിക്കുന്ന ഈ കാലത്തും ഇന്ത്യൻ സാഹചര്യമായാലും ഒരു ഗ്ലോബൽ സാഹചര്യമായാലും സമൂഹത്തിൻ്റെ ഒഴുക്കിന് ഒരർത്ഥത്തിലും തടസ്സമാകുന്നില്ല. ഇപ്പോൾ 2022 ലോകകപ്പ് ഫുട്ബോൾ നടത്തിയത് ഖത്തർ, ഫിഫ പോലും ശ്ലാഘിച്ചു. ഖത്തറിൻ്റെ ഇസ്ലാമികമായ നയങ്ങളോട് 90% യോജിപ്പും 10% വിയോജിപ്പും. അവിടെ 80-20 എൻ്റെ ഒരു മനസാക്ഷിക്ക് വേണ്ടി 80-20 യോജിപ്പുള്ള ഒരാളാണ് ഞാൻ. സൗദിയോട് 80-20 യോജിപ്പ്, ഇറാനോട് 80-20 യോജിപ്പ്. എന്നാലും ഖത്തർ എന്ന് പറയുന്നത് ഒരു മൊത്തത്തിലൊരു ഇസ്ലാമിക് മുസ്ലിം കൾട്ടാണ്. അവർ 2022 ലോകകപ്പ് നടത്തി. ഫിഫ അതിനെ ശ്ലാഘിക്കുന്നു. 36 സൗദി നടത്താനിരിക്കുന്നു. ഒരു പക്ഷേ ഖത്തറിൻ്റെ ഒരു സിസ്റ്റത്തിലായിരിക്കും. ഞാൻ ഉദാഹരിച്ചത് ലോകത്തെ
സമൂഹം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളോട്, അത് കൾച്ചറലാവട്ടെ, സോഷ്യലാവട്ടെ, എത്തിക്കലാവട്ടെ, സാഹിത്യമായതാകട്ടെ, അതിനോട് അഫോർഡബിളായ ഒരു സമീപനം തന്നെയാണ് ലോക മുസ്ലിം പൾസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഒറ്റപ്പെട്ട അടരുകൾ ഒരു പക്ഷേ മറുത്തും തെറിച്ചൊക്കെ ഉണ്ടാവും. ആ അടരുകൾ എന്തിനാണ് കൂടുതൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് ദൃശ്യത കൊടുത്തിട്ട് നമ്മൾ വലുതാക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ ചോദ്യം. അത് എനിക്കത് വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുണ്ടാക്കുന്നതിന് ഉപരി, ഇത് ഇസ്ലാമിൽ മാത്രമല്ല, പൊതുവെ സമൂഹങ്ങൾ, വ്യക്തികൾ തുരുത്തുകളായി മാറുകയും സോഷ്യൽ മീഡിയ മാതിരിയുള്ള മീഡിയകളിൽ അവർക്കിഷ്ടപ്പെട്ടതും മാത്രമായുള്ള കണ്ടന്റുകൾ കാണുകയും സമാധാനവും സ്നേഹവുമുള്ള ഇതര സമൂഹങ്ങളെ നേരിട്ട് തിരിച്ചറിയാൻ കഴിയാതെയും ഇരിക്കുന്നൊരവസരം ഇന്ന് ഉണ്ട്. നഗരവൽക്കരണം കൊണ്ടും മീഡിയ, സോഷ്യൽ മീഡിയ, ഇങ്ങനെ ടെക്നോളജിയുടെ വളർച്ച കൊണ്ടും. പിന്നെ ഇങ്ങനെ ആളുകളെ എതിരാക്കി നിർത്തുന്നത് കൊണ്ട് ഗുണഭോക്താക്കളായിട്ടുള്ള പല ആളുകളും ഉണ്ട്. അപ്പോൾ ഇസ്ലാമിൻ്റെ പേരിൽ മാത്രമാണോ അത് വരുന്നത്? ഒരിക്കലുമല്ല. പക്ഷേ ഇതിൽ ഏറ്റവും ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്ന, ഞങ്ങളുടെ കമൻറ്റ് ബോക്സുകളിൽ തന്നെ കാണുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ട്. അല്ല, ഞാൻ നിങ്ങളുടെ ശ്രമങ്ങളെ ബഹുമാനപൂർവ്വം കാണുന്ന ഒരാൾ കൂടിയാണ്. എന്താണ്, ചോദ്യങ്ങൾ അരുത്, ചോദ്യങ്ങൾ പാടില്ല, എന്തായിരുന്നു ഈ ചാനൽ? ചോദ്യം ശരിയല്ല. അപ്പോൾ ആ ചോദ്യം ശരിയല്ല എന്നുള്ളതിൻ്റെ ചില വീഡിയോസ് ഞാൻ കണ്ടു. അപ്പോൾ അതിൽ ഈ മാക്സിമം എല്ലാവരും വിയോജിപ്പുകൾക്കപ്പുറത്ത് യോജിപ്പിൻ്റെ ഒരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ള ജനാധിപത്യപരമായൊരു പ്രോസസ്സാണ് നിങ്ങൾ ചെയ്യുന്നത്, തീർച്ചയായും. പക്ഷേ ആ പ്രോസസ്സിനോട് എതിർ നിൽക്കുന്ന ഒരു ടെൻഡൻസി ഇനിയും ജനാധിപത്യ മൂല്യങ്ങളോട് ഒത്തുപോവാത്ത തരത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് നിങ്ങൾ പറയാതെ പറയുന്നു എന്നെനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ആ ആരോപണം ഉന്നയിക്കുന്നത്. ഒരിക്കലുമില്ല. അത് പൊതുവെ നമ്മൾ കാണുന്നത്, ഇതിൽ പലതരം ചർച്ചകൾ വന്നിട്ടുണ്ട്. ഇസ്ലാമിനെ എതിർക്കുന്നവർ വന്നിട്ടുണ്ട്, ഇസ്ലാമിനെ മൈൽഡായിട്ട് ചെറുതായിട്ട് എതിർക്കുന്ന വിശ്വാസികൾ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ഉദ്ദേശം, നിങ്ങളെ കൊണ്ടുവന്നതിൻ്റെ പ്രധാന ഉദ്ദേശം, 4 പേര് അറിയുന്ന ഒരാളാണ് നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തിന് മുസ്ലിങ്ങളും മറ്റു മതവിശ്വാസികളും കുറേയൊക്കെ ശ്രദ്ധിക്കും എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. നമ്മൾ കൊണ്ടുവന്ന ഒരു എക്സ് മുസ്ലിം ആളെയാണ്. അദ്ദേഹം വളരെ നിശിതമായിട്ട് വിമർശിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് എതിർവിമർശനങ്ങൾ നടത്താനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എന്തിനാണ് നിങ്ങൾ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നതെന്നാണ് നമ്മുടെ എക്സ് മുസ്ലിംസിനോടുള്ള ചോദ്യം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇസ്ലാമിനെ മാത്രം അവർ വിമർശിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാം മാത്രം വിമർശിക്കപ്പെടുന്നു എന്നുള്ളത്, അതിൻ്റെ ഇടക്ക് നമ്മൾ ഈ എന്താ പറയുക, വീണത വിദ്യയാക്കുന്ന ഫിലോസഫിയിൽ പോസ്റ്റ് ഫാക്ടോ റീസണിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് സംഭവിച്ചാൽ അത് നല്ലതിനാണെന്ന് വരുത്തുക, പോസ്റ്റ് ഫാക്ട് ഉണ്ടായതിന് ശേഷം റീസണിങ് എന്ന് പറഞ്ഞതുപോലെ സമൂഹത്തിൽ ഇസ്ലാം മാത്രം വിമർശിക്കപ്പെടുന്നു എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു സക്രിയതയുടെ ആശയപരമായ എന്നും. ഇപ്പോൾ ഒരു നൂറ്റാണ്ട് മുമ്പ് ഞങ്ങളുടെ ഒരു ക്ലീശ ഡയലോഗ് അനുസരിച്ച് 19-ാം നൂറ്റാണ്ടിൽ ലോകത്തെ ഭൗതികവാദികൾ പറഞ്ഞു 20-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം ഉണ്ടാവില്ല എന്ന്. പക്ഷേ 20-ാം നൂറ്റാണ്ടായപ്പോൾ ഇസ്ലാം ബാക്കിയായി. 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടാവില്ലെന്ന് പ്രവചിച്ചവരില്ല. 20-ാം നൂറ്റാണ്ടിൽ ആവർത്തിച്ചു പലരും 21-ൽ ഇസ്ലാം ഉണ്ടാവില്ല. 21-ലെത്തിയപ്പോൾ ഇസ്ലാം ബാക്കി ആരോപിച്ചവരില്ല എന്ന് പറഞ്ഞതുപോലെ ഏത് കാലത്തും ചർച്ചയ്ക്ക് വരാനുള്ള എന്തോ അത് നമ്മൾ മുസ്ലിങ്ങളായതുകൊണ്ടല്ല, ന്യൂട്രലായി ആലോചിച്ചാൽ ഏത് കാലത്തും ചർച്ചയ്ക്ക് വരുന്ന അല്ലെങ്കിൽ വിഷയീഭവിക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടന്റ്, ഒരു സ്റ്റഫ്നെസ് ഇസ്ലാമിക് ഫിലോസഫിയിൽ ഉണ്ട് എന്നുള്ളതാണല്ലോ. അല്ല, അത് എല്ലാ മതവിശ്വാസികളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. നിരീശ്വരവാദത്തിന്റെ കണ്ടന്റ് മുഴുവനും മാറുന്നുണ്ട്. അന്നും ഇന്നും ഒരേ വിഷയത്തിലാണ് എതിർക്കപ്പെടുന്നത്. നിരീശ്വരവാദികളുടെ കണ്ടന്റ് ദൈവമില്ല എന്നുള്ളതല്ല. ഇല്ല, അത് നമ്മൾ നിരീശ്വരവാദത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ പ്രസക്തമാണെന്ന് അറിയില്ല ഇപ്പോൾ ആ ചർച്ച. ആശയവാദം, അനുഭവവാദം, ശരിക്കും ഈ യുക്തിവാദം എന്ന് പറയുന്ന ഒരു റാഷണലിസം എന്ന് പറയുന്ന കാര്യം നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമേ അല്ല. യുക്തിവാദം എന്നുള്ളത്, യുക്തിവാദികൾ മതവിശ്വാസികളാണ്. ചരിത്രത്തിൽ മതത്തിൻ്റെ എലമെൻ്റാണ് യുക്തിവാദം. വാസ്തവത്തിൽ ഇന്നെന്താണ് ആയി നിൽക്കുന്നത്?
അനുഭവവാദമാണ് അല്ലെങ്കിൽ ശാസ്ത്രമാത്രവാദമാണ്, എംപിരിസിസമാണ് വാസ്തവത്തിൽ നിരീശ്വരവാദം. ഇന്ന് നിരീശ്വരവാദികളുടെ പേരാണ് സമൂഹത്തിൽ യുക്തിവാദം എന്നുള്ളത്. എംപിരിസിസം അതൊക്കെ സ്ട്രോമാൻ ആണെന്ന് ഞാൻ പറയുള്ളൂ. അല്ലേ? നമുക്ക് ആ ടേമൊക്കെ ഒഴിവാക്കാം. ഫലത്തിൽ അനുഭവിക്കാൻ പറ്റുന്നതേ യാഥാർത്ഥ്യമായിട്ടുള്ളതുള്ളൂ. അങ്ങനെ എല്ലാ നിരീശ്വരവാദികളും അങ്ങനെയൊന്നും പറയുന്നവരല്ല. ഇന്നത്തെ നിരീശ്വരവാദികൾ അതായത് ഈ ഇസ്ലാമിനെ ഒരു ഏകശിലാരൂപമായി കാണുന്ന പോലെ തന്നെ മറ്റ് എല്ലാ മതവിഭാഗങ്ങളെയും, എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളെയും, എല്ലാ ഫിലോസഫിക്കൽ മറ്റുള്ളവർ ഏകശിലാരൂപമായിട്ടാണ് കാണാൻ പറ്റുള്ളൂ. കാരണം അതാണ് എളുപ്പം. അതായത് അനുഭവവാദവും ഒരിക്കലും ഈ നാസ്തികത ഒരു ഏകശിലാത്മക രൂപയാണ് എന്ന വാദം എനിക്കില്ല. നാസ്തികതയ്ക്ക് ഒരുപാട് അടരുകളുണ്ട്. അതേസമയം എൻ്റെ ഒരു പ്രൈം കണ്ടന്റ് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നാസ്തികതയുടെ ഒരു സഹോദരിയായി ഇന്ന് ഗണിക്കപ്പെടുന്ന യുക്തിവാദം ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ പറയുക അദ്ദേഹം യുക്തിവാദിയാണ് അല്ലെങ്കിൽ അവർ യുക്തിവാദിയാണെന്നുള്ളതാണ്. മീൻസ് അത് ദൈവത്തെ അംഗീകരിക്കാത്ത ആളാണെന്നുള്ളതാണ്. എന്നാൽ മതവിശ്വാസത്തിൻ്റെ ഉള്ളിലുള്ള എലമെൻ്റാണ് ഒരു വിഷയം ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്താൻ ഇസ്ലാമിക എപ്പിസ്റ്റമോളജി മുന്നോട്ട് വെക്കുന്ന 3 ഘടകമുണ്ട്. അതിൽ മൂന്നാമത്തെ കാര്യമാണ് റാഷൻ, യുക്തി എന്നുള്ളത്. യുക്തി എന്നുള്ളത് ചിന്തയുടെ വാഹനം. യുക്തിയെ അവലംബിച്ചുകൊണ്ടാണ് ദൈവാസ്തിക്യം പോലും സ്ഥാപിക്കാനും കണ്ടെത്താനും സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ യുക്തിവാദത്തിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ നിരീശ്വരവാദത്തിൻ്റെ ചരിത്രത്തിൽ നമ്മുടെ കാലത്ത് എത്തിയ ഒരു സാഹചര്യം, അതിൻ്റെ ചരിത്രപരമായ നാൾവഴികളോട് ഒത്തുനോക്കി നമ്മൾ വായിച്ചാൽ ഒരു 3000 കൊല്ലം മുമ്പുള്ള നാസ്തിക സ്വഭാവമല്ല ഇന്നത്തെ നാസ്തിക സ്വഭാവം എന്ന് പറയുന്നത്. മാറ്റങ്ങളുണ്ടാവാം, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതേസമയം ഈ ഇസ്ലാമിക 3000 കൊല്ലം മുമ്പ് നാസ്തിക സ്വഭാവം തീരെ ഇല്ലല്ലോ. ഉണ്ടാവും, ഒറ്റയ്ക്കും രണ്ടും 1-2 പേരുണ്ടാവുമായിരിക്കും. അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഗ്രീക്ക് ഫിലോസഫി ഒക്കെ പരിശോധിക്കും. ഇപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന നാസ്തിക പ്രസ്ഥാനം ചർവാക ദർശനം, അതേപോലെ തമിഴ്നാട്ടിലുള്ള തിരുവള്ളുവർ, അവരൊക്കെ ആ കാലഘട്ടത്തിൽ തന്നെ, കണാദൻ, അശ്വൻ, വിശ്വൻ, കുറേ ആൾക്കാരുണ്ടല്ലോ. അതേപോലെ ഗ്രീക്ക് അവിടത്തേക്ക് പോയാൽ ഈ പ്ലാറ്റോ മുതൽ എപ്യൂക്രസ് മുതൽ പിറകിലോട്ട് പോകുന്ന അന്ന് ഇത് നിരീശ്വരവാദമുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ രൂപമല്ല എന്നേ ഉള്ളൂ. ഇന്ന് ഐഡിയലിസവും എംപിരിസവും മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു തലം നമ്മുടെ ടെക്നിക്കലി അതിലേക്ക് പോകണ്ടെന്ന് തോന്നും. അതേസമയം ഇസ്ലാമിൻ്റെ അന്നത്തെയും ഇന്നത്തെയും ഒരു വാദം എന്ന് പറയുന്നത് അള്ളാഹു ഒരു സൃഷ്ടാവായിട്ട്, പ്രപഞ്ചാധിപനായിട്ട്, നാഥനായിട്ട് മാറാത്തൊരു കൺസെപ്റ്റ്. മനുഷ്യരിലേക്ക് ഓരോ കാലഘട്ടത്തിലുമുള്ള മനുഷ്യർ വ്യത്യസ്തമായിട്ട് സാങ്കേതികമായി, സാക്ഷര, അതേപോലെ സാംസ്കാരിക തലങ്ങളിൽ വ്യത്യസ്ത തട്ടുകളിലായിരിക്കും. ആ തട്ടുകളോട് യോജിക്കുന്ന തരത്തിലുള്ള പ്രവാചകന്മാരെ പറഞ്ഞയക്കുക എന്നുള്ളത്, ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു ബേസിക് സിസ്റ്റം. ആ സിസ്റ്റം തന്നെയാണ് ഇന്നും നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അല്ല, പക്ഷേ അതിനുശേഷം പ്രവാചകൻ 1400 ശേഷം പുതിയ പ്രവാചകന്മാരില്ലല്ലോ. ഇല്ല. അപ്പൊ ആ പ്രവാചകന്റെ ദർശനം തന്നെ എക്കാലത്തേക്ക് മതി എന്നതിന്റെ ഒരു അടിത്തറയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മാറുന്നില്ല എന്നുള്ള സിസ്റ്റം. ഇനി ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്. ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ ഒരു അറബിക് ടൈമിലേക്ക് വന്നാൽ ഇഖ്തിലാഫുൽ അയിമത്തി റഹ്മത്തുൽ ഉമ്മത്തി എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉണ്ട്. അതായത് വ്യത്യസ്തമായ അഭിപ്രായം, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അറബി പറഞ്ഞ് മുഷിച്ചതല്ല, വ്യത്യസ്തമായ പണ്ഡിതാഭിപ്രായം സമൂഹത്തിന്, മുസ്ലിം സമൂഹത്തിന് ഗുണകരമാണെന്നുള്ളൊരു കാഴ്ചപ്പാടാണത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ വിമർശകർ ചിലപ്പോൾ പറയും ഒരു വിഭാഗം അങ്ങനെ, മറ്റൊരു വിഭാഗം ഇങ്ങനെ, വളരെ ഒരു 360 ഡിഗ്രിയോളം പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ. പക്ഷെ ബേസിക്കലി 2 കാര്യങ്ങളിൽ യോജിക്കുന്നു: അള്ളാഹു, പ്രവാചകൻ. ഈ ചർച്ചയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച കാര്യം ഇത് തന്നെയാണ്. ഇതിൻ്റെ പൊതുവെ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മൾ ഇതിനു മുമ്പും ചർച്ചയാക്കിയിട്ടുള്ളതാണ്. ഇസ്ലാമോഫോബിയ ഇസ്ലാമോഫോബിയ വളർന്നു വരുന്നു എന്നുള്ളതിൽ നമുക്ക് ഒരു സംശയമില്ല. വളർത്തപ്പെടുന്നു അല്ലേ? ഇതിൽ വളർന്നു വരുന്നു എന്നേ ഞാൻ പറയുള്ളൂ. ഫോബിയ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ലോജിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് അത് വളർന്നാലും വളർത്തില്ലെങ്കിലും, ആര് വളർത്തിയാലും വളർന്നാലും തന്നെ വളർന്നാലും അതുകൊണ്ട് ദോഷം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം ഈ ഇസ്ലാമോഫോബിയയുടെ ഒരു പ്രധാന കാരണം എനിക്ക് മനസ്സിലായത്, മറ്റ് എല്ലാ മതങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള പല സവിശേഷതകളുമുള്ള ഒരു മതം തന്നെയാണ് ഇസ്ലാമെന്നും സാമൂഹികമായ പല ഗുണങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നും പൊതുവെ മറ്റു
മതവിശ്വാസികളും നിരീശ്വരവാദികളും തിരിച്ചറിയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ മതത്തിനെ എതിർക്കുമ്പോൾ തന്നെ ഈ മതത്തിനോടുള്ള വിശ്വാസം ഈ മതത്തോട് വിശ്വാസമില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിലെ നന്മകൾ പലരും തിരിച്ചറിയുന്നില്ല എന്ന് മനസ്സിലാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചർച്ച ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം ഒരു ബ്രേക്കിന് ശേഷം. ഓക്കെ.